ചില ആളുകൾ പറയുകയാണ് പാർട്ടി വേറെ VS വേറെ. ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല കേട്ടോ. ഇത് കേരളത്തിൽ വിജയിക്കാൻ പോകുന്ന കാര്യമല്ല, ചെലവാകാൻ പോകുന്ന കാര്യമല്ല. ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് നമ്മൾ മലയാളികൾ പറയില്ലേ. 2001 പ്രതിപക്ഷ നേതാവായപ്പോഴാണ് അദ്ദേഹം അന്ന് നടത്തിയ മതികെട്ടാൻ അടക്കമുള്ള ഇടപെടലുകളുടെ കാലത്താണ് VS രൂപപ്പെട്ടത് എന്ന് തെറ്റായി മനസ്സിലാക്കി വച്ചിരിക്കുന്ന 2001 ശേഷമുള്ള VSന് മാത്രം അറിയാവുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ നറേഷനാണ് ഞങ്ങളൊക്കെ കൂടി ഒരു ജനകീയ നേതാവിനെ രൂപപ്പെടുത്തി, സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങളാണ് VSനെ ഉണ്ടാക്കിയത് എന്നത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന മഹാനാടകത്തിൻ്റെ അവസാനത്ത് അദ്ദേഹം മലയപ്പുരയിൽ പറയുന്ന പോലെ ഈ കൊടി ആളുകൾ പൊക്കി 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 പിടിക്കുക തന്നെ ചെയ്യും. VS അച്യുതാനന്ദൻ എന്ന മഹാനായ നേതാവിനെ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത CPM എന്ന വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അടർത്തി മാറ്റി മഹാമേരുവാക്കി ഒരു പ്രത്യേക തരത്തിൽ രൂപപ്പെടുത്തി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ കുറേ കാലമായുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം കഴിഞ്ഞ 2 ദിവസമായി കുറേ ആളുകൾ, കുറേ മാധ്യമങ്ങൾ, കുറേ സമൂഹ മാധ്യമ പ്രൊഫൈലുകൾ അതിനുവേണ്ടി ഓവർ ടൈം പണിയെടുക്കുകയാണ്. അതിനെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്, CPMന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അതിശക്തമായ, എന്നാൽ എല്ലാ മലയാളികൾക്കും മനസ്സിലാകുന്ന ഒരു ഒറ്റ വരിയാണ്: നിങ്ങൾക്ക് CPMനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞത്? CPMനുള്ളിൽ VSനെയും പിണറായി വിജയനെയും 2 ചേരികൾ നേതാക്കന്മാരാക്കി നിലനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിഭാഗീയതയെക്കുറിച്ചുള്ള പെരുപ്പിച്ച പ്രചരണം നടക്കുന്ന കാലമായിരുന്നു. പാർട്ടിയിൽ ഒരു ഘട്ടത്തിൽ വിഭാഗീയത ഉണ്ടായിരുന്നുവെന്നും അതിന് വേര് അറുത്തു കളഞ്ഞു എന്നും CPM തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ പാർട്ടി എന്ന് പറഞ്ഞാൽ, CPM എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഗ്രൂപ്പുകളാണ്. ഔദ്യോഗിക ഗ്രൂപ്പ് പിണറായിയുടെ നേതൃത്വത്തിലും VS ഗ്രൂപ്പ് വേറെ. അങ്ങനെയുള്ള വലിയ ക്യാമ്പയിൻ നടക്കുന്ന കാലത്താണ് ഏകദേശ സെന്ററിൽ വിളിച്ചു ചേർത്ത മാധ്യമ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പിണറായി പറഞ്ഞത്, നിങ്ങൾക്ക് CPMനെ കുറിച്ച്, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന്. അത് എക്കാലത്തേക്കും CPMനെതിരെയും CPMൻ്റെ അത്യുന്നതര നേതാക്കന്മാർക്കെതിരെയും ഇങ്ങനെ VSൻ്റെ വിയോഗവേളയിൽ പോലും പ്രത്യേകം അറകളിലാക്കി തിരിച്ച് നടത്തുന്ന പ്രചരണത്തിന് പറയാവുന്ന ഒരു സിംഗിൾ ലൈൻ വിശദീകരണമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ പല കാലത്തും പല നേതാക്കന്മാരെക്കുറിച്ചും പല സംവിധാനങ്ങളെക്കുറിച്ചും പല സാമൂഹ്യ വിരുദ്ധ ഇടപെടലുകളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ആവർത്തിച്ച് പറയാറുള്ള നമ്മുടെ മാധ്യമങ്ങൾ അധികം പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാചകമാണ് ഇത്. കാരണം അത് ചെന്ന് തറയ്ക്കുന്നത് അവരുടെ തന്നെ നെഞ്ചിലായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും M സ്വരാജിനെയും MP രാജേഷിനെയും KN ബാലഗോപാലിനെയും, അതായത് MA ബേബിയും, ഏത് CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിമുടി ബ്രാഞ്ച് തലം മുതൽ ഏറ്റവും മുകളിലുള്ള PBO കേന്ദ്ര കമ്മിറ്റി വരെയുള്ള എല്ലാ നേതാക്കന്മാരെയും രൂപപ്പെടുത്തുന്നത് പാർട്ടിയാണ്. ആ ഒരു പ്രവർത്തകനെയും ഒരു നേതാവിനെയും സ്വന്തം നിലയ്ക്ക് രൂപപ്പെടുത്താൻ, സ്വന്തം നിലയ്ക്ക് ഒരു കരിഷ്മാറ്റിക് ക്യാരക്ടറാക്കി മാറ്റാൻ, ജനങ്ങളുടെ മുന്നിൽ അവരെ പ്രത്യേക തരത്തിൽ പ്രതിഷ്ഠിക്കാൻ ആർക്കും കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു പാർട്ടിയിൽ അവർ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മുതൽ ആണ് അവർ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുന്നത്. ഇത് നമ്മൾ വ്യക്തിപരമായി പറയുന്ന ഒരു നിലപാടല്ല. ആരോടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു പ്രവർത്തകരോട്, CPI ആവട്ടെ, CPM ആവട്ടെ, CPML ആവട്ടെ, ഏത് പാർട്ടിയോടാണെങ്കിലും ആ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരോട്, നേതാക്കന്മാരോടോ വ്യക്തിപരമായി ചോദിച്ചു നോക്കൂ, രാഷ്ട്രീയമായി ചോദിച്ചു നോക്കൂ, പരസ്യമായോ രഹസ്യമായോ ചോദിച്ചു നോക്കൂ, നിങ്ങളെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു. അവർ കൃത്യമായും അവരെ വിശദീകരിക്കുക പാർട്ടിയെ ചാരിയായിരിക്കും. ഒരിക്കലും വ്യക്തിപരമായി സ്വന്തം നിലയ്ക്ക് വളർന്നു വന്ന, അതായത് സാധാരണ ഈ സക്സസ് സ്റ്റോറികളൊക്കെ പറയുന്ന ആളുകൾ, ഞാൻ സ്വയം രൂപപ്പെടുത്തിയ ആളാണ്, ഐ ആം എ സെൽഫ് മെയ്ഡ് മാൻ എന്നൊക്കെ പറയില്ലേ,
അങ്ങനെയുള്ള ഒരു വാചകം കമ്മ്യൂണിസ്റ്റിൻ്റെ വായിൽ നിന്ന് വരാറില്ല. കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അത് ശരിയായ വസ്തുതാപരമായ കാര്യവുമല്ല. ഇതൊക്കെ ഈ പറയുന്നവർക്ക് കുറേ പേർക്കൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പുതിയ കാലത്ത് VSനെ 2001 പ്രതിപക്ഷ നേതാവായപ്പോൾ, 2001 അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നത് 2ാം തവണയാണ് എന്നും അതിനു മുമ്പ് 4 വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട് എന്നുമൊക്കെ നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞാണ്. 2001 പ്രതിപക്ഷ നേതാവായപ്പോഴാണ് അദ്ദേഹം അന്ന് നടത്തിയ മതികെട്ടാൻ അടക്കമുള്ള ഇടപെടലുകളുടെ കാലത്താണ് VS രൂപപ്പെട്ടത് എന്ന് തെറ്റായി മനസ്സിലാക്കി വച്ചിരിക്കുന്ന 2001 ശേഷമുള്ള VSനെ മാത്രം അറിയാവുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ നറേഷനാണ് ഞങ്ങളൊക്കെ കൂടി ഒരു ജനകീയ നേതാവിനെ രൂപപ്പെടുത്തി, സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങളാണ് VSനെ ഉണ്ടാക്കിയത് എന്നത്. അതിനെ നെഗറ്റീവായി മനസ്സിലാക്കേണ്ട. ആ വാക്കിനെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലാണ്, രൂപപ്പെടുത്തി എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല VS എന്ന് VS ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. VSനെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ VSനെ ഉയർത്തിക്കൊണ്ട് കുന്നമനെ ആക്കിക്കൊണ്ട് CPMനെ അടിക്കാൻ പോയവരോട് VS പറഞ്ഞത് ഞാൻ പാർട്ടിയാണ്, ഞാനാണ് പാർട്ടി, എൻ്റെ പാർട്ടിക്കെതിരെ എന്നെ നിങ്ങൾ ആയുധമാക്കാൻ ശ്രമിക്കേണ്ട എന്നാണ്. അങ്ങനെയാണല്ലോ CPMൽ പലരും ആഗ്രഹിച്ച, പാർട്ടിക്ക് പുറത്തുള്ള പാർട്ടി വിരുദ്ധർ ആഗ്രഹിച്ച പിളർപ്പ് നടക്കാതെ പോയത്. തലസ്ഥാനത്തെ ഒരുപാട് മാധ്യമപ്രവർത്തകർ, പ്രസ് TVയുടെ NV ബാലകൃഷ്ണൻ അടക്കമുള്ള ഒരുപാട് തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ അത്തരം രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ നേർസാക്ഷികളാണ്. എന്താണ് ആ കാലത്ത് നടന്നത് എന്നും എന്താണ് VS അതിനെ കമ്മ്യൂണിസ്റ്റ് തിരിച്ചറിവിൻ്റെ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ വലിയ ചിറകൊണ്ട് തടഞ്ഞു നിർത്തിയത് എന്നും. അങ്ങനെ തടഞ്ഞു നിർത്തിയ VSൻ്റെ വിയോഗവേളയിൽ VS മഹാമൗനത്തിലേക്ക് പോയിരിക്കുമ്പോൾ ആ മൗനത്തെ മുതലെടുത്തുകൊണ്ട് ചില ആളുകൾ പറയുകയാണ് പാർട്ടി വേറെ VS വേറെ. ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല കേട്ടോ. ഇത് കേരളത്തിൽ വിജയിക്കാൻ പോകുന്ന കാര്യമല്ല, ചിലവാകാൻ പോകുന്ന കാര്യമല്ല. ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് നമ്മൾ മലയാളികൾ പറയില്ലേ, അല്ലെങ്കിൽ അതിന് വെച്ച വെള്ളം ഇറക്കി വെച്ചേരെ എന്ന് പറയില്ലേ. അങ്ങനെ ഒരുപാട് വളരെ സാധാരണമായി പറയാവുന്ന വാക്കുകളുണ്ട്. ഇത് കേരളത്തിൽ ചിലവാകാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്ന CPMൻ്റെ സമകാലിക രാഷ്ട്രീയ പ്രസക്തി കൂടുതലായി ബോധ്യമുള്ള ആളുകളാണ് പാർട്ടി വേറെ, CPMൻ്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിരുന്ന VS വേറെ എന്ന് പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ മഹാരഥന്മാരായ ഫാസിസ്റ്റ് വിരുദ്ധ, വർഗീയ വിരുദ്ധ രാഷ്ട്രീയമുള്ള നേതാക്കന്മാരെ രൂപപ്പെടുത്തിയിട്ടൊന്നുമില്ല, സ്വന്തം നിലയ്ക്ക് അവർ രൂപപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് പാർട്ടിയെ നികഴ്ത്താൻ, അതുവഴി രാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റത്തിൻ്റെ ആശയപരമായ നേതൃത്വം നൽകുന്ന CPMനെ നികഴ്ത്താൻ ശ്രമിക്കുകയാണ്, ഒന്ന് താഴ്ത്താൻ ശ്രമിക്കുകയാണ്. അതും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന മഹാനാടകത്തിൻ്റെ അവസാനത്ത് അദ്ദേഹം മലയപ്പുരയിൽ പറയുന്ന പോലെ ഈ കൊടി ആളുകൾ പൊക്കി 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 പിടിക്കുക തന്നെ ചെയ്യും. അതിന് വലിയ അടിത്തറമായിക്കൊണ്ടാണ് VSും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ പറയേണ്ട നേതാക്കന്മാർ, ഇവിടെ പറയുന്ന പ്രവർത്തകർ, മുൻപ് ഇവിടെ പറഞ്ഞ നേതാക്കന്മാർ എല്ലാവരും പ്രതിനിധാനം ചെയ്തത് CPMനെയാണ്, പാർട്ടിയാണ്. അവർ രൂപപ്പെടുത്തിയത് പാർട്ടി തന്നെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് VS അച്യുതാനന്ദൻ്റെ VSൻ്റെ മകൻ VA അരുൺകുമാറിൻ്റെ ഒരു ചെറിയ പോസ്റ്റ് ഫേസ്ബുക്കിലുണ്ട്, സമൂഹ മാധ്യമങ്ങളിലുണ്ട്. അച്ഛൻ കൂടെ ഇല്ല എന്ന യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ഇന്നുണർന്നത് എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ പോസ്റ്റ്. അതിലെ അവസാനത്തെ വരി പാർട്ടി എന്നാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പാർട്ടിക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഹൃദയത്തിൽ തൊട്ടുകൊണ്ട്, കണ്ണീരോടെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വിയോഗവും അതേസമയം പാർട്ടി ചേർത്ത് നിർത്തിയതും ഓർത്തുകൊണ്ട് ഒരുപാട് നീറിക്കൊണ്ടായിരിക്കും ആ മനുഷ്യൻ ആ കുറിപ്പ് എഴുതിയത്. അത് മറ്റാർക്കും മനസ്സിലാവില്ല. VSൻ്റെ മകൻ എഴുതിയതിൻ്റെ കാമ്പ് VSൻ്റെ മകന് മാത്രമേ ശരിയായി മനസ്സിലാവുകയുള്ളൂ. പക്ഷേ VSനെ മനസ്സിലാക്കുന്ന, പാർട്ടിയെ മനസ്സിലാക്കുന്ന ആളുകളുടെ മുന്നിൽ VS വേറെ, CPM വേറെ, പിണറായി വേറെ, ഗൗതം മാഷ് വേറെ, MA ബേബി വേറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുൻ പാർട്ടിക്കാരെന്ന് അവകാശപ്പെടുന്നവരും യഥാർത്ഥ ഇടതുപക്ഷക്കാരെന്ന് അവകാശപ്പെടുന്നവരും പാർട്ടിയെ തിരുത്താൻ പാർട്ടിക്ക് പുറത്തുനിന്ന് ശ്രമിക്കുന്നവരുമായ പല ഇനം ആളുകൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങളോടും
ഒരൊറ്റ വാക്കിൽ മാത്രമേ VS മറുപടി പറയുന്നുണ്ടാവുകയുള്ളൂ. VSൻ്റെ മഹാമൗനം. കാരണം നമുക്കത് കേൾക്കാൻ കഴിയാത്തതാണ്. VSൻ്റെ മൗനം ഒരു വലിയ ചിരിയായിരിക്കും. VSൻ്റെ ആ വിഖ്യാതമായ കൈകൾ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചുള്ള ആ കൈകൂപ്പലോടുകൂടി അദ്ദേഹം അവരെ നോക്കിയിട്ട് ഒരു പരിഹാസ ചിരിയായിരിക്കും ചിരിക്കുക. അദ്ദേഹം എൻ്റെ പാർട്ടി എന്ന് എല്ലാ കാലത്തും വിചാരിച്ച ആ പാർട്ടിയെക്കുറിച്ച് ആര് നടത്തുന്ന എന്ത് ദുഷ്പ്രചരണത്തിനും VSൻ്റെ പേര് ഉപയോഗിക്കുന്നതിനോട് ആദ്യം വിയോജിച്ചിരുന്നത് VS തന്നെയായിരുന്നു. തൽക്കാലം ഇത്രയും പറഞ്ഞു നിർത്താം. നന്ദി, നമസ്കാരം.